ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കാൻ, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാനൊരു കടായിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു പിടി സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇവയെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഈ സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഇവിടെ 3 വലിയുള്ളി ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളി വേവുന്നതിനാവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പും വലിയ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഇവിടെ ഞാൻ ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഈ 2 പൊടികളും ചേർത്ത് കൊടുത്ത് ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ വലിയ 2 പഴുത്ത തക്കാളി പേസ്റ്റാക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവ മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ച് ചിക്കൻ വേവുന്നത് വരെ അങ്ങനെ ഒരു 10 മിനിറ്റ് വേവിച്ചപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡിയായി. ഇതിലും കൂടുതൽ തിക്ക് വേണമെങ്കിൽ കൂടുതൽ വേവിച്ചെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. കറി ആവശ്യമുള്ളവർക്ക് ഇത്രയും ലൂസായി അധിക നേരം വേവിക്കാതെ പെട്ടെന്ന് എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്